വലിയ നോമ്പിലെ 27-ാമത്തെ ദിവസമാണ് ഇന്ന്. നാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ കരുണയിലും സ്നേഹത്തിലും ഒരിക്കൽ കൂടി നാം വിശുദ്ധീകരിക്കപ്പെടുന്ന കാലം കൂടിയാണ് നോമ്പ് കാലം. ആ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ നോമ്പ് കാലത്ത് വളരെ ഭംഗിയായി ഒരുങ്ങി നമ്മൾ പാപസങ്കീർത്തന വേദിയിലേക്ക് അണയുക, വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് പുതിയ മനുഷ്യനായി തീർന്നാണ് നാം നോമ്പിലെ വലിയ ദിവസങ്ങളിലേക്ക് കടക്കുക. അതിനൊരുക്കമായി ചെറിയ ചിന്തകൾ പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. അതിനടിസ്ഥാനപരമായിട്ട് എടുക്കുന്ന 2 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ, ഒന്ന് വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തേത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ. വെളിപാടിൻ്റെ പുസ്തകം സർദീസിലെ സഭയ്ക്ക് എഴുതുന്ന കത്തിൻ്റെ ഭാഗമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്താണ് നിന്നെക്കുറിച്ച് പറയുന്നത്? പക്ഷെ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് സ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ല എങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുന്നത് എന്ന് നീ അറിയുന്നില്ലല്ലോ. അതായത് യഥാർത്ഥത്തിൽ മരിച്ചവരാണ്. ആ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സഭയ്ക്ക് ബാഹ്യമായ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന് കാണാൻ കഴിയാത്തത് കാണുന്ന കണ്ണുകൾ ദൈവത്തിനുണ്ട്. അവിടുന്ന് പറയുന്നു, നിനക്ക് ജീവനില്ല, നീ മരിച്ചവനാണ്. നിന്റെ അകം ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ മുഖം മൂടി മാറ്റുക. നിന്റെ വിശ്വാസം മരിച്ചതാണ്. അതുകൊണ്ട് ഉണരുക, ഉത്തേജിതരാകുക, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുതാപത്തിൻ്റെ പാതയിലേക്ക് വരിക. അതിനെ സഹായിക്കുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ചിന്തയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബാർട്ടിമയർ കാഴ്ച ലഭിക്കുന്നതാണ്. നാം സാധാരണയായിട്ട് അത്രമാത്രമേ അതിൽ നിന്ന് ചിന്തിക്കാറുള്ളൂ. ഈശോയുടെ വാക്കുകളിൽ ബാർട്ടിമയർ കാഴ്ചയുള്ളവനായിട്ട് തീർന്നു. എന്നാൽ സത്യത്തിൽ അത് മാത്രമാണോ അവിടെ നടന്നത്? കൂടെ നടന്നവർ അവർക്ക് കണ്ണുണ്ടായിട്ടും കണ്ടില്ല. എന്നാൽ കണ്ണില്ലാത്ത, കാഴ്ചയില്ലാത്ത ബാർട്ടിമയർ ഈശോയെ കണ്ടു, തിരിച്ചറിഞ്ഞു എന്നതാണ്. അവൻ്റെ സ്വരം കേട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ, എന്നിൽ കനിയണമേ. ശിഷ്യന്മാർക്ക് അത് കേട്ടിട്ട് മനസ്സിലായില്ല. കാരണം അവർക്ക് അന്നുവരെ മനസ്സിലായില്ല, ബോധ്യപ്പെട്ടില്ല തങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, ദൈവപുത്രനായ മിശിഹായാണ് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, മിണ്ടാതിരിക്കുക. എത്ര ശക്തിയായി പറഞ്ഞു അത്ര ഉച്ചത്തിൽ അവൻ ദാവീദിൻ്റെ പുത്രനെ വിളിച്ചപേക്ഷിച്ചു. ഈശോ പറഞ്ഞു, അവിടെ നിൽക്കുക, അവൻ എൻ്റെ അടുത്ത് വരട്ടെ. അവന് കാഴ്ച നൽകി ഈശോയെ കാണാൻ അനുഗ്രഹമുള്ളവനായിട്ട് തീർന്നു. അവൻ ഈശോയുടെ അടുത്തേക്ക് വന്നത് അവൻ്റെ പുറംകുപ്പായം വരെ ഉപേക്ഷിച്ചാണ്. എന്തായിരിക്കാം ഈ പുറംകുപ്പായം? അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ അവൻ്റെ മേൽവസ്ത്രമാകാം, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കാൻ നിലത്ത് വിരിച്ചിരുന്ന തുണിയാകാം, ഒരു ദരിദ്രയാചകൻ്റെ ഏക സമ്പത്താകാം. പകലിലെ ചൂടിൽ നിന്നും രാത്രിയിലെ തണുപ്പിൽ നിന്നും അവനെ രക്ഷിക്കുന്നത് ആ പുറംകുപ്പായമാകാം. അത് ഉപേക്ഷിച്ച് ഈശോയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു പക്ഷേ അവസാനമായി ചെയ്ത അത്ഭുതമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ കാണുന്നത്. കാഴ്ചയില്ലാത്ത കണ്ണുകളുമായി വഴിപോക്കരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന ബർത്തമേയുസ്, പരമദരിദ്രനായ മനുഷ്യൻ. ഏതു കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവൻ്റെ അവസ്ഥ. നസ്രായനായ ഈശോയെ അവൻ തിരിച്ചറിഞ്ഞു.
ശിഷ്യന്മാരും ജനക്കൂട്ടവും ഈശോ ദാവീദിൻ്റെ പുത്രനാണെന്ന സത്യം പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല. ശിഷ്യരുടെ അന്ധതയും പരാജയവുമാണ് ഇവിടെ സൂചിപ്പിക്കുക. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ശ്രവണശക്തി ഉണ്ടായാൽ പോരാ, കേൾക്കണം. കാഴ്ചയുണ്ടായിട്ടും ഈശോയെ കാണാൻ കഴിയാത്ത ശിഷ്യന്മാർ, എന്നാൽ കാഴ്ചയില്ലാത്ത ബർത്തിമേയുസ് ഈശോയെ കണ്ടു. അതുകൊണ്ട് ബർത്തിമേയുസിന് ലഭിക്കുന്ന കാഴ്ച ശിഷ്യർക്ക് ലഭിക്കേണ്ട വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈശോയെ കാണാൻ സാധിക്കാത്ത അവസ്ഥയിൽ, അവൻ കൂടെ ഇല്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ ചെയ്തു പോയി നിരവധിയായ കാര്യങ്ങളുണ്ട്. അതാണ് സത്യത്തിൽ പാപം. ഈശോയെ നിഷേധിച്ച അവസ്ഥ, ചിന്തകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്. ഇന്നലെ നാം ചിന്തിച്ചതുപോലെ ബാഹ്യ അടയാളങ്ങൾ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. അതെല്ലാം മതാത്മകമായ പ്രവർത്തനങ്ങളാണ്, ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ ആയിരുന്നില്ല. നിയമങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഈശോയാണ് എന്നോടൊപ്പമുള്ളതെന്നും ഞാൻ ഈശോയോടൊപ്പമാണ് എന്ന ബോധ്യവും മറന്നു. കടന്നു പോകുന്ന കർത്താവിനെ ഇരുന്ന സ്ഥലത്തിരുന്നാണ് യഥാർത്ഥത്തിൽ ആ അന്ധനായ മനുഷ്യൻ വിളിച്ചത്. അതൊരു വലിയ പാഠം നമുക്ക് നൽകും. നാം എവിടെയായിരുന്നാലും ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ. അത് നാം ചെയ്തില്ല എങ്കിൽ സത്യത്തിൽ നാം സ്വീകരിച്ച ദൈവവിളിയോട് നാം കാണിക്കുന്ന തെറ്റാണ്. രണ്ടാമത്തേത്, ഈശോ അവിടെ നിന്നു. നടന്നു പോവുകയായിരുന്ന ഈശോയെ പിടിച്ചു നിർത്താനായിട്ട് ഈ അന്ധൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. യഥാർത്ഥത്തിൽ അവനെ പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രാർത്ഥന, തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച മനുഷ്യനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ഈശോ കൽപ്പിക്കുകയാണ്. കാരണം നമ്മുടെ രോദനം കർത്താവ് കേൾക്കാതിരിക്കുകയില്ല. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും ഉള്ളിലെ കരച്ചിൽ ഈശോ കേൾക്കും. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരച്ചിൽ. ജനങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞപ്പോഴും അവൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ വിശ്വാസത്തെയാണ് ഇവിടെ നാം കാണുക. വിശ്വാസത്തിൻ്റെ കുറവാണ് പാപം. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് അതെത്രമാത്രമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് എറിയേണ്ടതായിട്ടുള്ള പുറങ്കുപ്പായങ്ങൾ ഉണ്ടോ എന്നത്. ഈശോയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് എറിഞ്ഞു കളയേണ്ടതായ പുറങ്കുപ്പായങ്ങൾ, ഈശോയുടെ വിളി സ്വീകരിച്ച് അവയെല്ലാം ഊരിമാറ്റി അവിടുത്തെ സമീപിക്കാൻ ദൈവം നമുക്കായി ഒരുക്കുന്ന അവസരമാണല്ലോ നോമ്പ് കാലം. ഉപേക്ഷിക്കലിൻ്റെ കാലവും അതോടൊപ്പം ഈശോയുടെ അനുഗ്രഹം കൊണ്ട് നിറയേണ്ട കാലവുമാണ്. അതിന് നിറയപ്പെടാനുള്ള പാത്രം നമ്മൾ അവൻ്റെ മുമ്പിൽ കാട്ടിക്കൊടുക്കേണ്ടിയിരിക്കുന്നു. പുതിയ മനുഷ്യനെ ധരിക്കാൻ പഴയവ നമ്മൾ ഉപേക്ഷിക്കണം. പാപത്തിൻ്റെ പഴയ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയാം. അങ്ങനെ കാഴ്ചശക്തി വീണ്ടെടുത്ത് അവിടുത്തെ അനുഗമിക്കാം. ദൈവപുത്രനായ മിശിഹായെ എൻ്റെ മേൽ കനിയണമേ. യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലോ. ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ദൈവപുത്രനായ മിശിഹായെ, പാപിയായ എന്നിൽ കനിയണമേ എന്നത് ഒരു സുഹൃദീപമായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്കുരുവിടാം. അങ്ങനെ നമുക്ക് ഹൃദയം ഒരുക്കി കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് അവൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ച് പാപമോചനം പ്രാപിച്ച് യഥാർത്ഥത്തിൽ അവനെ കാണാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകളുള്ളവരായി, മറ്റുള്ളവരെ കേൾക്കാൻ ശ്രവണശക്തിയുള്ളവരായിട്ട് തീരട്ടെ. വിശുദ്ധരായ നമുക്ക്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ പുറങ്കുപ്പായങ്ങൾ എറിഞ്ഞു കളഞ്ഞ് പഴയവയെ നമുക്ക് ഉപേക്ഷിച്ച് പുതിയ പന്ഥാവിൽ ദൈവാനുഗ്രഹത്തിൻ്റെ പുറങ്കുപ്പായം ധരിച്ച് ഈശോടൊപ്പമാകാൻ ഈ നോമ്പുകാലം നമുക്ക് സഹായകമാകട്ടെ.